Welcome to Franklin's lectures. നോക്കാം. Find the Taylor series of expansion of find the Taylor series expansion of f of x equal to 1 by x about x equal to minus 1. Find the Taylor series expansion of f of x equal to 1 by x about x equal to minus 1. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? ടൈലർ സീരീസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ടൈലർ സീരീസ് കാണാൻ ഇക്വേഷൻ നമുക്കറിയാലോ. എന്താ ടൈലർ സീരീസ് കാണാൻ ഇക്വേഷൻ? f of x equal to f of x naught plus x minus x naught by 1 factorial into f dash x naught plus x minus x naught whole square by 2 factorial into f double dash x naught plus x minus x naught whole cube by 3 factorial into f triple dash x naught plus etc. ഇങ്ങനെ വരും. ഇവിടെ about the point ഏതാ? ഇതാണ് x naught എന്ന് പറയുന്ന പോയിന്റ് ഏതാ? x ഈക്വൽ ടു മൈനസ് 1 ആണ്. അപ്പൊ ഈ x naught ആണ് എന്ത്? മൈനസ് 1 എന്ന് പറയുന്നത്. x naught എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. ഓക്കെ, എബൌട്ട് ദ പോയിന്റ് അതാണ് x ഈക്വൽ ടു മൈനസ് 1. അപ്പൊ അതാണ് ഇവിടുത്തെ x naught എന്ന് പറയുന്നത്. x naught എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? മൈനസ് 1. അപ്പൊ ഇതിൽ x naught കൊടുക്കുമ്പോൾ എന്ത് വരും? ഇസ് ഈക്വൽ ടു f ഓഫ് മൈനസ് 1 പ്ലസ് x മൈനസ് മൈനസ് 1. അപ്പൊ x പ്ലസ് 1 ബൈ ഫാക്ടോറിയൽ ഇൻറ്റു f ഡാഷ് മൈനസ് 1 പ്ലസ് x minus minus 1 whole square by 2 factorial into f double dash x naught. അത് f double dash minus 1 plus x plus 1 whole cube by 3 factorial into f triple dash minus 1 plus etc. ഇങ്ങനെ പോകും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് എഫ് ഓഫ് മൈനസ് 1 കാണണം, എഫ് ഡാഷ് മൈനസ് 1 കാണണം, എഫ് ഡബിൾ ഡാഷ് മൈനസ് 1 കാണണം, എഫ് ട്രിപ്പിൾ ഡാഷ് മൈനസ് 1 കാണണം കേട്ടോ. ഇതിന്റെയൊക്കെ വാല്യൂ കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് എടുക്കുക അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ എക്സ്. നമുക്ക് എഫ് ഓഫ് മൈനസ് 1 കാണണം. അപ്പൊ എഫ് ഓഫ് മൈനസ് 1 ഈക്വൽ ടു 1 ബൈ മൈനസ് 1 ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 1 എന്ന് കിട്ടും. ഇനി എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. എഫ് ഡാഷ് എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് എക്സ് 1 ബൈ എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്താ? 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ എഫ് ഡാഷ് മൈനസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ മൈനസ് 1ന്റെ സ്ക്വയർ. അപ്പോൾ മൈനസ് 1 ബൈ 1 ഈക്വൽ ടു മൈനസ് 1 തന്നെ വരും അല്ലെ. എഫ് ഡാഷ് മൈനസ് 1 എന്താ വരിക? എഫ് ഡാഷ് മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1 തന്നെ. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് നോക്കി, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് റേ അല്ലെ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു മൈനസ് എക്സ് റേസ് ടു മൈനസ് 2 എന്ന് എഴുതാം അല്ലെ. മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ നമുക്ക് മൈനസ് എക്സ് റേസ് ടു മൈനസ് 2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ വേണമെങ്കിൽ ഇതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഈ മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 2 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3 അല്ലെ. 2 എക്സ് റേസ് ടു മൈനസ് 3 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം 2 ബൈ എക്സ് ക്യൂബ് എന്ന് എഴുതാം. ദെൻ എഫ് ഡബിൾ ഡാഷ് മൈനസ് 1 ഈക്വൽ ടു 2 ബൈ മൈനസ് 1ന്റെ ക്യൂബ് ഈക്വൽ ടു 2 ബൈ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2 അല്ലെ, ഈക്വൽ ടു മൈനസ് 2. ദെൻ നമുക്ക് അടുത്ത എന്ത് കണ്ടുപിടിക്കാം? എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് അല്ലെ. എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് ഈക്വൽ ടു ഏതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. മൈനസ് 3 ഇൻറ്റു 2 മൈനസ് 6 അല്ലെ. മൈനസ് 6 എക്സ് റേസ് ടു എത്ര വരിക? മൈനസ് 3 എന്താവും? മൈനസ് 4 ആവും അല്ലെ. മൈനസ് 3 എന്നുള്ളത് മൈനസ് 4 ആവും. 6 എക്സ് റേസ് ടു മൈനസ് 4. നമുക്ക് എഫ് ട്രിപ്പിൾ ഡാഷ് മൈനസ് 1 കാണണം. മൈനസ് 6 ഇൻറ്റു അല്ലെ, ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മൈനസ് 6 ബൈ എക്സ് റേസ് ടു 4 എന്ന് എഴുതാം. അപ്പൊ മൈനസ് 6 ബൈ എക്സ് റേസ് ടു 4 എന്ന് പറയുമ്പോൾ മൈനസ് 1 റേസ് ടു 4 1 ആണ്. അപ്പൊ ആൻസർ മൈനസ് 6 എന്ന് കിട്ടും. ഇത്രയും കിട്ടാം. ഇത്രയും വാല്യൂ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് മൈനസ് 1. എഫ് ഓഫ് മൈനസ് 1ന്റെ വാല്യൂ എന്താ? മൈനസ് 1 അല്ലെ. മൈനസ് 1 മൈനസ് 1 പിന്നെ മൈനസ് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് 0. എഫ് ഡാഷ് 0 ഇസ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 1 ഈസ് മൈനസ് 2 പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് മൈനസ് 1 മൈനസ് 6 പ്ലസ് എക്സെട്ര ഈക്വൽ ടു മൈനസ് 1 മൈനസ് എക്സ് പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ
മൈനസ് അല്ലേ, ഇവിടെ മൈനസ് ഉണ്ട്, ഈ മൈനസ്. അപ്പോൾ മാത്രമല്ല 2 ഫാക്ടോറിയലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് നോക്ക് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഇവിടെ 6 ഉണ്ട്, അത് ക്യാൻസൽ ആകും. അപ്പോൾ മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബ് മൈനസ് എക്സെട്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. ഇതാണ് -1 മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബ് മൈനസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് നോക്കാം. അടുത്ത ഇതും എക്സാമിൽ ചോദിച്ചതാണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് എ 2L പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 2L in the interval -L to L, write the expressions for the Fourier coefficient a0, an, bn. ഇവിടെ ഇന്റർവെല്ലിൽ മാത്രമേ മാറ്റുള്ളൂ. ഇന്റർവെല്ലിൽ -L to L ആണ്, -L to L ആണ് അല്ലെ. പീരിയഡ് ഒക്കെ എന്ത് തന്നെയാണ്? 12. അപ്പൊ നേരത്തെ അതേ ഇക്വേഷൻസ് തന്നെയാണ് വരിക, പക്ഷെ എന്താണ്? ലിമിറ്റ് മാത്രം -L to L ആവും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ നോക്ക്, ഇവിടെ എന്ത് ഇവിടുത്തെ നമുക്ക് അറിയുന്ന ഇക്വേഷന്റെ പീരിയഡ് 2L അല്ലെ. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എന്താണ്? L. ഇവിടുത്തെ അപ്പുറത്തെ ലിമിറ്റ് L, ലോവർ ലിമിറ്റ് -L. അപ്പൊ ഇങ്ങനെ വരിക, L മൈനസ് L ഈക്വൽ ടു L പ്ലസ് L ഈക്വൽ ടു 2L എന്ന് പറഞ്ഞാൽ 2L ഈക്വൽ ടു 2L തന്നെയാണ് അല്ലെ. 2L ഈക്വൽ ടു L ഈക്വൽ ടു L തന്നെ വരും. 2L ഈക്വൽ ടു L ഈക്വൽ ടു L. അതായത് നേരത്തെ അതേ ഇക്വേഷൻസ് തന്നെയാണ് വരിക, ലിമിറ്റ് മാത്രമേ എന്താവുള്ളൂ, വ്യത്യാസം വരും. അപ്പൊ നമുക്ക് എഴുതാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n pi x by L plus bn sin n pi x by L ഇങ്ങനെ വരും അല്ലെ. വേർ a0 ഈക്വൽ ടു 1/L ഇൻറ്റു അല്ലെ 1/L ഇൻറ്റു ലിമിറ്റ് എന്താ വരാം? c ടു c പ്ലസ് 2 പകരം -1/L to L എഫ് ഓഫ് എക്സ് ഡി എക്സ് an ഈക്വൽ ടു 1/L ഇൻറ്റു ഇന്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by L dx അല്ലെ. L തന്നെയാണ്, വേറെ മാറ്റമില്ല. ലിമിറ്റ് മാത്രം എന്താണ്? സീരീസ് c പ്ലസ് 2 -L to L ആവും. ഇനി bn അല്ലെ, bn ഈക്വൽ ടു എന്താ വരിക? 1/L ഇൻറ്റു ഇന്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n pi x by L dx ഇങ്ങനെ വരും. ഇതാണ് വരിക. അപ്പൊ ഇതിങ്ങനെ വരും അല്ലെ. നമുക്ക് അറിയുന്ന ഇക്വേഷന്റെ പീരിയഡ് 2L, ഇതിന്റെ L - L 2L. അപ്പൊ L ഈക്വൽ ടു L എന്നാ വരിക. അപ്പൊ ഇതന്നെ വരും a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n pi x by L പ്ലസ് bn sin n pi x by L a0 ഈക്വൽ ടു 1/L ഇൻറ്റു ഇന്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് dx. a0 ഇങ്ങനെ വരും, an 1/L ഇന്റഗ്രൽ -L to L എഫ് ഓഫ് എക്സിന്റെ cos n pi x by L dx. കാരണം Lന് പകരം L തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ തന്നെ വരിക. എവിടെ മാത്രമേ മാറുള്ളൂ? -L to L ലിമിറ്റ് bn ഈക്വൽ ടു 1/L ഇൻറ്റു ഇന്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് sin n pi x by L dx എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് വരും. ഓക്കെ ഫൈൻഡ് ദ Fourier series of periodic function with period 2 which is given below. Find the Fourier series of periodic function with period 2 which is given below. F of x equal to -x -1 to 0 x 0 to 1. Hence prove that 1 plus 1/3 square plus 1/5 square plus etc. equal to pi square by. അതായത് ഇതിന്റെ Fourier series കണ്ടുപിടിക്കണം, മാത്രമല്ല ഇത് പ്രൂവ് ചെയ്യും വേണം അല്ലെന്ന്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ പീരിയഡ് 2 ആണ് തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റും എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുത്താൽ അതിന്റെ പീരിയഡ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിന്റെ പീരിയഡ് നമുക്ക് അറിയുന്ന ജനറൽ ഇക്വേഷന്റെ പീരിയഡ് 2L ആണ് നമുക്കറിയാം. ജനറൽ ഇക്വേഷന്റെ പീരിയഡ് എത്രയാണ്? 2L ഈക്വൽ ടു ഇതിന്റെ 1 ലോവർ ലിമിറ്റ് -1. അപ്പൊ ഇങ്ങനെ വരിക 1 - -1 ഇസ് ഈക്വൽ ടു 1 + 1 ഈക്വൽ ടു 2. നമുക്ക് എന്താ അറിയാം? 2L ഈക്വൽ ടു 2 L ഈക്വൽ ടു 1 അല്ലെ. L ഈക്വൽ ടു 1 ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n pi x by L. നിങ്ങൾക്ക് അറിയെങ്കിൽ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എഴുതാണ്. നിങ്ങൾക്ക് അറിയെങ്കിൽ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ Lന് പകരം എന്ത് കൊടുത്താൽ മതി? 1 എന്ന് കൊടുത്താൽ മതി. therefore എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 plus sigma n equal to 1 to infinity an ഇവിടെ എല്ലാ ബ്രാക്കറ്റ് an cos n pi x by L 1 ആണ് പ്ലസ് അല്ലെ, L 1 ആണ്. അപ്പോൾ cos n pi x by 1 plus bn
sin n pi x by 1. Sigma n equal to 1 to infinity an cos n pi x plus bn sin n pi x കിട്ടി അല്ലേ? അപ്പൊ ഇതാണ് വരിക. ഇവിടെ എല്ലിന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുന്നത്? എല്ല് 1 ആണ്. അപ്പൊ 1 കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് എഫ് ഓഫ് എക്സ്. ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. അതിലെ എ നോട്ട് കാണണം അല്ലെ? എ നോട്ട് കാണണം. എ നോട്ട് എന്ത് വരും നോക്കാം. എ നോട്ട് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? 1/L ഇൻറ്റു ഇൻറ്റഗ്രൽ സി ടു സി പ്ലസ് 2L സി ടു സി പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് ഇക്വേഷൻ. ദെൻ എ നോട്ട് ഈക്വൽ ടു എൽ എത്രയും നോക്കിക്കേ. എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1. എല്ലിന്റെ വാല്യൂ 1. അപ്പൊ 1/1 ഇൻറ്റു ഇൻറ്റഗ്രൽ സി ടു സി പ്ലസ് 2L എന്ന് പറയുമ്പോൾ എന്താ? സി ടു സി പ്ലസ് 2L. ഇവിടുത്തെ ലിമിറ്റ് -1 to +1 -1 to +1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പൊ 1/1 1 ആയിട്ട് പോകും അല്ലെ? ദെൻ -1 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. 1/1 1 ആയി. നമുക്ക് ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് -1 to 1ന്റെ അടിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് അല്ലെ? -1 മുതൽ 0 വരെ ഒരു ഫംഗ്ഷൻ എന്നും 0 മുതൽ 1 വരെ വേറൊരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ -1 to 1 എന്നുള്ളതിന് നമ്മൾ എന്താക്കണം? സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതണം. കാരണം -1 to 0 വരെ ഒരു ഫംഗ്ഷനും 0 മുതൽ 1 വരെ വേറൊരു ഫംഗ്ഷനാണ്. അപ്പൊ -1 to 0 എന്ന് വരെ ഒരു ഫംഗ്ഷനും 0 to 1 വരെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇങ്ങനെ എങ്ങനെ എഴുതണം? സീക്വൽ ടു എങ്ങനെ എഴുതാം? -1 മുതൽ 0 വരെ ഒരു ഫംഗ്ഷൻ ഡി എക്സ് പ്ലസ് 0 മുതൽ 1 വരെ വേറൊരു ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. രണ്ടും ഒരു സ്പ്ലിറ്റ് ചെയ്ത് തന്നുകൊണ്ട് ഈക്വൽ ടു -1 to 0 വരെ എഫ് ഓഫ് എക്സ് എന്താ? -x dx പ്ലസ് 0 മുതൽ 1 വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എക്സ് ഡി എക്സ്. ഇങ്ങനെ വരും. ദെൻ ഈക്വൽ ടു എന്താ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഞാൻ മൈനസിന്റെ ഔട്ട് സൈഡ് എടുത്തു. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താ വരിക? x²/2 ലിമിറ്റ് -1 to 0 പ്ലസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x²/2 ലിമിറ്റ് 0 to 1. ലിമിറ്റ് കൊടുക്കുക മൈനസ് ഓഫ് ആദ്യം 0 കൊടുക്കുമ്പോൾ 0/2 എന്ന് പറയുമ്പോൾ 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1² അല്ലെ? -1² എന്ന് പറയുമ്പോൾ 1/2 അല്ലെ? പ്ലസ് ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യം 1 കൊടുക്കുക. 1²/2 1/2 മൈനസ് 0²/2 0. എന്ത് വരും നോക്കിക്കുക. അപ്പോൾ സീക്വൽ ടു എന്താ വരിക? സീക്വൽ ടു 0 -1/2 എന്ന് പറയുമ്പോൾ -1/2. ഇപ്പുറത്തൊരു 1 മൈനസ് 1/2 പ്ലസ് 1/2 minus 0 is 1/2. 1/2 plus 1/2 is equal to 1. Answer is 1. അത് a നോട്ടിന്റെ വാല്യൂ എന്താണ്? a നോട്ട് is equal to 1. ഇതേപോലെ നമുക്ക് എന്ത് കാണണം? an കണ്ടുപിടിക്കണം. an എങ്ങനെ കാണാം? an is equal to 1/L into integral c to c plus 2L f of x into cos n pi x by L dx. അല്ലെ? ഇവിടെ എൽ എത്രയാണ് നമുക്കറിയാലോ. എൽ എത്രയാ? 1/1 ഇൻറ്റു ഇൻറ്റഗ്രൽ -1 to 1. ഇതാണ് ഇന്റർവെൽ അല്ലെ? എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൽ എത്രയാണ്? 1 അല്ലേ? കോസ് n pi x dx. 1/1 1 ആയിട്ട് പോകും. ഇൻറ്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x dx. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം -1 to 1 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. -1 to 0 വരെ ഒരു ഫംഗ്ഷനും 0 to 1 വരെ ഒരു ഫംഗ്ഷനും. അപ്പൊ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. സീക്വൽ ടു -1 to 0 വരെ എഫ് ഓഫ് എക്സ് കോസ് n pi x dx പ്ലസ് 0 to 1 വരെ എഫ് ഓഫ് എക്സ് കോസ് n pi x dx. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എഫ് ഓഫ് എക്സ് കോസ് n pi x into dx ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇസ് ഈക്വൽ ടു -1 to 0 എഫ് ഓഫ് എക്സ് എന്താ? -1 to 0 -x അല്ലെ? -x ഇൻറ്റു കോസ് n pi x dx പ്ലസ് 0 to 1 അടിയിൽ ഫംഗ്ഷൻ എക്സ് കോസ് n pi x dx അല്ലെ? ഇത് രണ്ടിടത്തും സെയിം തന്നെ. ഇത് കോസ് n pi x dx. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഇന്റഗ്രൽ ഓഫ്
യു വി മെത്തേഡിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ ഓഫ് യു വി മെത്തേഡ് അറിയില്ല. എന്താ ഇൻറ്റഗ്രൽ ഓഫ് യു വി മെത്തേഡ്? ഇൻറ്റഗ്രൽ ഓഫ് യു വി എന്ന് പറയുന്നത് യു ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് വി മൈനസ് യു ഡാഷ് ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് വി പ്ലസ് യു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു തേർഡ് ഇൻറ്റഗ്രൽ ഓഫ് വി മൈനസ് എക്സെട്ര ഇങ്ങനെ പോകും. ഇതിനാണ് ഇൻറ്റഗ്രൽ ഓഫ് യു വി മെത്തേഡ് എന്ന് പറയുന്നത്. യു ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് വി മൈനസ് യു ഡാഷ് എന്ന് പറയുമ്പോൾ യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വി ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ വിൻ്റെ രണ്ടാമത്തെ ഇൻറ്റഗ്രൽ പ്ലസ് യു ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ യുവിൻ്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ്. മുകളിലത്തെ ഡാഷുകൾ ഡെറിവേറ്റീവിനെയും താഴെ ഡാഷ് ഇൻറ്റഗ്രേഷനെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഞാൻ ആ മൈനസിനെ ഇവിടെ ഔട്ട് സൈഡ് എടുത്ത് വിചാരിക്കാം. മൈനസിനെ ഞാൻ ഔട്ട് സൈഡ് ബാക്കി എക്സ് ഇൻറ്റു അതായത് യു ഇൻറ്റു എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് വി. ഇൻറ്റഗ്രൽ ഓഫ് വി എന്ന് പറയുമ്പോൾ കോസ് എൻ പൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? കോസ് എൻ പൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എൻ പൈ എക്സിൻ്റെ സൈൻ എൻ പൈ എക്സ്. ഇനി എക്സിൻ്റെ കൂടെ ആരണ്ട് ഒരു എൻ പൈ ഉണ്ട്. ആ എൻ പൈ താഴെ വരും. എൻ പൈ എന്നുള്ളത് താഴെ വരും. എൻ പൈ മൈനസ് ഇട്ട് കൊടുക്കുക. മൈനസ് എന്താ യു ഡാഷ് എന്ന് പറയുമ്പോൾ യുവിനെ ഡിഫറൻഷിയേറ്റ് ഇതാണ് യു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു എന്താണ് അടുത്ത് ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് വി. അതായത് ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഫംഗ്ഷനെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഫംഗ്ഷനെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ പൈ എൻ പൈ എക്സിൻ്റെ മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൻ പൈ ഉണ്ടാവും അല്ലേ. സൈൻ പൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? സൈൻ പൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഓർത്ത് വെക്കുക. എന്താ സൈൻ പൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ? മൈനസ് കോസ് എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൻ പൈ. ആൾറെഡി ഇവിടെ ഒരു എൻ പൈ ഉണ്ട്. അപ്പോൾ രണ്ട് എൻ പൈ കൂടിയും ചെയ്തിട്ട് എൻ പൈ ഹോൾ സ്ക്വയർ എന്നാവും, അല്ലെങ്കിൽ എൻ സ്ക്വയർ പൈ സ്ക്വയർ എന്നാവും. അപ്പോൾ മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ അല്ലെങ്കിൽ എൻ പൈ ഹോൾ സ്ക്വയർ. ഇനി എന്താ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ നമ്മളവിടെ നിർത്തുക. 1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുക. ലിമിറ്റ് -1 to 0. ഒന്നുകൂടി പറയാം. യു ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് വി മൈനസ് യു ഡാഷ് ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് വി. അതായത് ഇതിനതുപോലെ ഇത് എക്സ് ഇൻറ്റു എന്താണ് മൈനസ് ഇവിടെ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കോസ് എൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എൻ പൈ എക്സ് ബൈ എൻ പൈ. അതായത് സൈൻ എൻ പൈ എക്സ് വരും. എക്സിൻ്റെ കൂടെ ഉള്ള ആൾ ഇത് വരും. മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/n പൈ അവിടെ ഉണ്ട്. സൈൻ എൻ പൈ എക്സ് എന്താ വരിക? മൈനസ് കോസ് എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൻ പൈ വരും. ആൾറെഡി ഇവിടെ എൻ പൈ ഉണ്ട്, അങ്ങനെ വരും. അപ്പോൾ സ്ക്വയർ വരും. അതുകൊണ്ടാണ് ഇത് പ്ലസ്. ഇനി ഇതേപോലെ രണ്ടാമത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു അല്ലേ കോസ് എൻ പൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? സൈൻ എൻ പൈ എക്സ് ബൈ എൻ പൈ അല്ലേ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സൈൻ എൻ പൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇങ്ങനെ വരും അല്ലേ. നേരത്തെ പോലെ തന്നെ -1 to 0, 0 to 1. ഇനി എന്ത് ചെയ്ത് ജോണിന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൻ പൈ -1 പ്ലസ് ആക്കി എഴുതാം. കോസ് എൻ പൈ എക്സ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ലിമിറ്റ് -1 to 0 പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൻ പൈ മൈനസ് പ്ലസ് കോസ് എൻ പൈ എക്സ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ലിമിറ്റ് 0 to 1. ഇനി ലിമിറ്റ് കൊടുക്കുക. മൈനസ് ഓഫ് ഇതിന് മൈനസ് അവിടെ പുറത്തുണ്ട്. എന്താ വരിക നോക്കാം. എന്താ വരിക? സീക്വൽ ടു ആദ്യം നമുക്ക് ആരെ കൊടുക്കാം? 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ എന്താ വരിക നോക്കിയേ? 0 ഇൻറ്റു സൈൻ 0. അപ്പോൾ അത് കംപ്ലീറ്റ് ടേം 0 ആയല്ലോ. അപ്പോൾ 0 കൊടുക്കുമ്പോൾ എന്താണ് 0 നോക്ക് എന്താണ് ഇതാ 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ഇത് കംപ്ലീറ്റ് ടേം 0 ആയി അല്ലേ. പ്ലസ് എന്താണ് ഇവിടെ 0 കൊടുക്കുമ്പോൾ കോസ് 0 അല്ലേ. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ കോസ് 0 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ അല്ലേ. കോസ് 0 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. cos 0 by n square by square. upper limit minus lower limit -1 കൊടുക്കുമ്പോൾ എന്താ വരിക? -1 കൊടുക്കുമ്പോൾ -1 ഇൻറ്റു അല്ലേ -1 ഇൻറ്റു ഇവിടെ എന്താ വരിക? സൈൻ ഏതിനാ -1 കൊടുക്കുക? എക്സിന് -1 കൊടുക്കുമ്പോൾ എന്താ വരിക? സൈൻ മൈനസ് എൻ പൈ. സൈൻ എൻ പൈ എന്താണ്? സൈൻ എൻ പൈ ഈക്വൽ ടു 0. സൈൻ മൈനസ് എൻ പൈ ഈക്വൽ ടു 0 ആണ്.
സൈൻ എൻ പൈയും സൈൻ മൈനസ് എൻ പൈ ഒക്കെ എന്താണ് 0. അപ്പോൾ ഇവിടെ എന്താ വരുന്നത് നോക്കിയേ, എന്താണ് 0 എടുക്കുമ്പോൾ 0 ഇൻ്റത് പോയി കോസ് 0, അപ്പോൾ അതായി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് -1 കൊടുക്കുമ്പോൾ എന്താ വരിക, -1 ഇൻറ്റു സൈൻ, ഇവിടെ -1 കൊടുക്കുക. അപ്പോൾ എന്താ വരിക, ഇത് മൈനസ് എൻ പൈ, സൈൻ മൈനസ് എൻ പൈൻ്റെ വാല്യൂ എന്താണ് 0 ആണ്. സൈൻ മൈനസ് എൻ പൈ 0 പ്ലസ് കോസ് മൈനസ് എൻ പൈ അല്ലേ, കോസ് മൈനസ് എൻ പൈ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ എന്ന് വരും. പ്ലസ് എന്ത് വരും, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 1 ആണ്. 1 എടുക്കുമ്പോൾ 1 ഇൻറ്റു സൈൻ എൻ പൈ അല്ലേ, 1 എടുക്കുമ്പോൾ എന്താ വരിക, 1 ഇൻറ്റു സൈൻ എൻ പൈ, സൈൻ എൻ പൈൻ്റെ വാല്യൂ 0 ആണ്. 0 പ്ലസ് ഇവിടെ 1 കൊടുക്കുമ്പോൾ കോസ് എൻ പൈ, കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു എന്നാ വരിക, കംപ്ലീറ്റ് ഇട്ട് നമ്മൾ 0 ആയി, പ്ലസ് കോസ് 0 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ അല്ലേ. ഇവിടെ 0 കൊടുക്കുമ്പോൾ കോസ് 0 ബൈ എൻ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, മൈനസ് ഓഫ് കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്, കോസ് 0ൻ്റെ വാല്യൂ 1 ആണ് കേട്ടോ. കോസ് 0 ഇസ് ഈക്വൽ ടു 1, സൈൻ 0 ഈക്വൽ ടു 0, കോസ് 0 ഇസ് ഈക്വൽ ടു 1, സൈൻ 0 ഈക്വൽ ടു 0. cos 0 is equal to 1. ഓക്കെ, എന്ത് വരും, cos 0 1 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ അല്ലേ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ കോസ് മൈനസ് എൻ പൈയും കോസ് എൻ പൈയും ഒക്കെ സെയിം ആണ്. കാരണം എന്താ, കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. കോസ് മൈനസ് എക്സും കോസ് എക്സും എന്താണ്, സെയിം ആണ്. കോസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് എക്സ് തന്നെ. അതുകൊണ്ട് കോസ് മൈനസ് എൻ പൈ എന്ത് തന്നെയാണ്, കോസ് എൻ പൈ തന്നെയാണ്. കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ, കാരണം കോസ് മൈനസ് എക്സ് എന്താണ്, കോസ് എക്സ് ആണ്. കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി പ്ലസ് അപ്പുറത്ത് ഒരു കോസ് എൻ പൈ ഉണ്ട് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ മൈനസ് 1 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. ഇതിനൊക്കെ കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും നോക്കാം. സീക്വൽ ടു ഇവിടെ മൈനസ് കൊണ്ട് അവിടത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, സീക്വൽ ടു മൈനസിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ അല്ലേ, -1 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ പ്ലസ് കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ അല്ലേ. പിന്നെ അവിടെ അപ്പുറത്ത് പ്ലസ് കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ -1 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. അപ്പോൾ ഇത് 2 ഉണ്ട്, ഇതും 2 ഉണ്ട് അല്ലേ, രണ്ടും 2 ഉണ്ട്. അപ്പോൾ ഇത് 2 കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ എന്ന് എഴുതാം. ഇതോ -1 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ -1 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ -2 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഈക്വൽ ടു, ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്, കോമൺ ആയിട്ടുള്ള ആളുകൾ നമുക്ക് അവിടെ എടുക്കാം. 2 ബൈ അല്ലേ, 2 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ അവിടെ എടുക്കാം അല്ലേ. 2 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ അവിടെ എടുക്കുമ്പോൾ എന്ത് വരും, കോസ് എൻ പൈ -1 അല്ലേ. 2 ബൈ എൻ സ്ക്വയർ അല്ലേ, കോസ് എൻ പൈ അല്ലേ. അപ്പോൾ വരും സീക്വൽ ടു, വേണമെങ്കിൽ കോസ് എൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/n ആണ്. അപ്പോൾ 2 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു -1/n -1. ഇതാണ് എന്ത് വരിക, ഇതാണ് an വരിക. ദിസ് ഈസ് an ഈക്വൽ ടു കിട്ടി നമുക്ക് an കിട്ടിയല്ലോ. 2 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ -1/n -1. ഇനി bn കണ്ടുപിടിക്കണം. bn കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. എന്താ bn ഈക്വൽ ടു, ഇതേപോലെ കണ്ടുപിടിക്കുക. bn ഈക്വൽ ടു 1/l ഇൻറ്റു ഇൻ്റഗ്രൽ c ടു c പ്ലസ് 2l f ഓഫ് എക്സ് ഇൻറ്റു അല്ലെ f ഓഫ് എക്സ് ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ് സീക്വൽ ടു എൽ എത്രയാണ് 1 അല്ലേ, 1/1 ഇൻറ്റു ലിമിറ്റ് എന്താ
minus 1 to plus 1. F of x into sin n pi x by L 1 ആയതുകൊണ്ട് into dx. Then 1 by 1 ആയിട്ട് പോകും. Integral minus 1 to 1 f of x into sin n pi x dx. നോക്ക്, നമ്മൾ നേരത്തെ പോലെ -1 to 1 സ്പ്ലിറ്റ് ചെയ്ത് തരാന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തരണം. ഒന്ന് -1 to 0 മൈനസ് എക്സ് സൈൻ n pi x dx എന്നും, ഒന്നിൽ 0 to 1 x into സൈൻ n pi x dx എന്ന് തന്നിട്ടുണ്ട്. സീക്വൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസിന് ഔട്ട് സൈഡ് നേരത്തെ പോലെ, എന്നിട്ട് എക്സ് ഇൻറ്റു സൈൻ n pi x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു സൈൻ n pi x ഇന്റഗ്രൽ എന്താ വരിക? സൈൻ n pi x ഇന്റഗ്രൽ മൈനസ് കോസ് n pi x ബൈ n pi ഇങ്ങനെ വരും. മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു, ഇനി ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് സൈൻ n pi x ബൈ n സ്ക്വയർ പൈ സ്ക്വയർ അല്ലേ? അതായത് ഇതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? മൈനസ് അവിടെ ഉണ്ട്, ഈ മൈനസ് അവിടെ ഉണ്ട്, അവിടെ ഇട്ടു. കോസ് n pi x ബൈ n pi ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. കോസ് n pi x എന്താ വരിക? സൈൻ n pi x ബൈ n pi. അപ്പൊ n pi n സ്ക്വയർ പൈ സ്ക്വയർ ആവും. ഇനി 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അതെന്താവും? 0 ആവും. അവിടെ ക്ലോസ് ചെയ്തു അല്ലെ? ലിമിറ്റ് -1 to 0 പ്ലസ് ഇതേപോലെ അടുത്ത വരും എക്സ് ഇൻറ്റു അല്ലെ സൈൻ n pi എക്സിന്റെ മൈനസ് കോസ് n pi x ബൈ n pi മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു, ഇനി ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് അവിടെ ഇട്ടു. കോസ് n pi എക്സിന്റെ സൈൻ n pi x ബൈ n pi വരും. അപ്പോൾ രണ്ടെണ്ണുള്ളതുകൊണ്ട് n സ്ക്വയർ പൈ സ്ക്വയർ അല്ലെങ്കിൽ n pi ഹോൾ സ്ക്വയർ ലിമിറ്റ് 0 to 1 is equal to മൈനസ് ഓഫ്, നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അറേഞ്ച് ചെയ്താൽ എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇൻറ്റു കോസ് n pi x ബൈ n pi അതെ, മൈനസും മൈനസും പ്ലസ് സൈൻ n pi x ബൈ n സ്ക്വയർ പൈ സ്ക്വയർ -1 to 0 പ്ലസ് മൈനസ് എക്സ് ഇൻറ്റു കോസ് n pi x ബൈ n pi പ്ലസ് സൈൻ n pi x ബൈ n സ്ക്വയർ പൈ സ്ക്വയർ 0 to 1. നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു മൈനസ് ഓഫ്, ആദ്യം ആരെ കൊടുക്കുന്നത്? 0നെ. 0ന് കൊടുക്കുമ്പോൾ നോക്കി എന്താ വരിക? 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ഈ കംപ്ലീറ്റ് ടേം 0 ആയിട്ട് പോയി. അപ്പോൾ 0 അല്ലേ? അത് കംപ്ലീറ്റ് ടേം 0 ആയി പോയി. അടുത്തോ സൈൻ 0 എന്നാ വരിക. സൈൻ 0ന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 0. അപ്പോൾ 0 പ്ലസ് 0 അപ്പർ ലിമിറ്റ് അല്ലേ? ഇത് 0 ആയി. 0 പ്ലസ് 0 ദെൻ മൈനസ്, ഇനി ആരെയാണ് കൊടുക്കേണ്ടത്? ഇനി കൊടുക്കുന്നത് ലോവർ ലിമിറ്റ് -1 കൊടുക്കുമ്പോഴോ? -1 കൊടുക്കുമ്പോൾ -1 വരിക. അപ്പോൾ അത് +1 ആയി അല്ലേ? +1 ആയി. കോസ് n pi അല്ലേ? കോസ് n pi എന്ന് വരും. അപ്പോൾ -1 കൊടുക്കുക. -1 കൊടുക്കുമ്പോൾ എന്താ വരിക നോക്ക്? അവിടെ ഒരു -1 ഉണ്ട്. -1 ഇൻറ്റു എന്താണ്? ആൾറെഡി ഒരു -1 ഉണ്ട്, അപ്പോൾ +1 ആവും അല്ലേ? ആൾറെഡി അവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ അത് 1 ആവും. കാരണം ആൾറെഡി എന്തുണ്ട്? ആൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. എക്സിന് നമ്മൾ കൊടുക്കുന്നത് -1 ആണ്, മൈനസ് +1 ആവും. ഇനി ഇവിടെ കൊടുക്കുമ്പോൾ കോസ് n pi കോസ് n pi കോസ് n pi ബൈ n pi അല്ലേ? ഇനിയോ പ്ലസ് എന്താ വരിക? പ്ലസ് ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ സൈൻ n pi അത് 0 ആയിട്ട് +0 അപ്പോൾ ഇതിങ്ങനെ വരും. പ്ലസ് എന്ത് വരും? ഇനി അടുത്തേക്ക് കൊടുക്കുമ്പോൾ 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു കോസ് n pi അല്ലേ? അപ്പോൾ മൈനസ് 1 ഇൻറ്റു കോസ് n pi അല്ലേ? കോസ് n pi 1 ഇൻറ്റു കോസ് n pi ബൈ n pi പ്ലസ് എത്ര കൊടുക്കേണ്ടത്? 1 കൊടുക്കുമ്പോൾ സൈൻ n pi എന്നാ വരിക. സൈൻ n piയുടെ വാല്യൂ 0
അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ഇത് 0 കൊടുക്കുമ്പോൾ ഇത് 0 ഇൻറ്റു 0 സൈൻ 0 അപ്പോൾ രണ്ട് ടേമും 0 ആയിട്ട് പോകും. 0 പ്ലസ് 0 ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ രണ്ടും 0 ആയിട്ട് പോകും. ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എന്താ പറയുക മൈനസ് ഇവിടെ ഇത് 0 ആയിട്ട് പോയി. ഇവിടെ ഒരു മൈനസ് വരുമ്പോൾ ഇത് ഇങ്ങനെ വരും മൈനസ് കോസ് മൈനസ് എൻ പൈ ബൈ എൻ പൈ അല്ലേ, ഇങ്ങനെ വരും. പ്ലസ് ഇവിടെ എന്ത് വരും മൈനസ് കോസ് എൻ പൈ ബൈ എൻ പൈ, ബാക്കിയൊക്കെ 0 ആയി പോകും. ഈ മൈനസിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ പ്ലസ് ആവും. കോസ് മൈനസ് എൻ പൈ ബൈ എൻ പൈ മൈനസ് പ്ലസ് ആവും. ഇവിടെ മൈനസ് ഇവിടെ എന്താവും മൈനസ് കോസ് എൻ പൈ എന്നാവും അല്ലേ, മൈനസ് കോസ് എൻ പൈ ബൈ എൻ പൈ. ദെൻ ഇവിടെ കോസ് മൈനസ് എൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോസ് മൈനസ് എൻ പൈ ഏതിനോട് ഈക്വൽ ആണ്, കോസ് എൻ പൈനോട് ഈക്വൽ ആണ്. അതുകൊണ്ട് കോസ് എൻ പൈ ബൈ എൻ പൈ മൈനസ് കോസ് എൻ പൈ ബൈ എൻ പൈ എന്ന് വരും. അതായത് 0. bn ഈക്വൽ ടു 0. bnന്റെ വാല്യൂ എന്ത് കിട്ടി 0 എന്ന് കിട്ടി. ഇത്രയും വാല്യൂ നമ്മൾ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് നമുക്ക് അറിയാലോ എന്താ, എഫ് ഓഫ് എക്സ് നമ്മളിവിടെ ഉദ്ദേശിക്കും എന്താ ദിസ് വൺ a0 by 2 അല്ലേ. ആ എഫ് ഓഫ് എക്സിൽ ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും therefore f of x equal to എന്താണ് a0 by 2 പ്ലസ് സിഗ്മ n equal to 1 to infinity an cos n pi x plus bn sin n pi x is equal to a0 by 2. a0 എത്രയായിരുന്നു, a0 എന്തായിരുന്നു 1, a0 1. അപ്പോൾ a0 1 by 2 പ്ലസ് സിഗ്മ n equal to 1 to infinity an എന്തായിരുന്നു an 2 by n square pi square pi square minus 1 raised to n minus 1 into cos n pi x അല്ലേ. an എന്ന് പറയുന്നത് എന്താണ് 2 by n square into minus 1 raised to minus 1 into cos n pi x പ്ലസ് എന്താണ് bn എന്താണ് 0 പ്ലസ് bn 0 ആയിട്ട് പോകും. ഈക്വൽ ടു 1 by 2 പ്ലസ് സിഗ്മ n equal to 1 to infinity 2 by n square pi square into minus 1 raised to n minus 1 into cos n pi x എന്ന് വരും. ഇതാണ് എന്ത് വരിക എഫ് ഓഫ് എക്സ് ആണോ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പൊ എഫ് ഓഫ് എക്സ് കിട്ടി എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by 2 പ്ലസ് സിഗ്മ n equal to 1 to infinity 2 by n square pi square minus 1 raised to minus 1 cos n pi x. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് എന്താണ്, എന്താന്നുള്ളത് ആൻഡ് ഹെൻസ് പ്രൂവ് ദാറ്റ് 1 plus 1 by 3 square plus 1 by 5 square plus 5 square by 2. അപ്പൊ ഈ സീരീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കി ഇവിടെ കോസ് ആണ് ഇവിടെ വരുന്നത് വിചാരിക്കുക. കോസിന്റെ ടേം മാത്രമാണ് ഇവിടെ വരുന്നതെങ്കിൽ മിക്കവാറും നിങ്ങൾ ഇതിവിടെ എക്സിന് കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സൈൻ ആണെങ്കിൽ മിക്കവാറും എല്ലാവരിലും അങ്ങനെ ആയിക്കോളുന്നില്ല, പക്ഷെ മിക്കവാറും പ്രോബ്ലത്തിലൊക്കെ എന്തായിരിക്കും സൈൻ ആണ് ഇവിടെ വരുന്നതെങ്കിൽ പൈ ബൈ 2, കോസ് ആണ് വരുന്നതെങ്കിൽ മിക്കവാറും എന്തായിരിക്കും 0 അല്ലെങ്കിൽ പൈ. കോസ് ആണെങ്കിൽ 0 കൊടുക്കാം അല്ലെങ്കിൽ പൈ ആ കൊടുക്കല്. 0 അല്ലെങ്കിൽ പൈ ആണ് അവിടെ വരിക, കോസ് ആകുമ്പോൾ വരല് സാധാരണയായി. സൈൻ ആകുമ്പോഴാണ് പൈ ബൈ 2 ഒക്കെ വരിക. അപ്പൊ അത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ കോസ് ആ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒന്നുകിൽ എക്സ് ഈക്വൾ 0 ആയിരിക്കും അല്ലെങ്കിൽ പൈ ആയിരിക്കും. ഇവിടെ നമുക്കിവിടെ എക്സ് ഈക്വൾ 0 കൊടുത്താൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു കൺവെർജൻസ് തിയറി ഒക്കെ പറഞ്ഞല്ലോ, ഈ 0 എന്ന് പറയുന്ന പോയിന്റ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിലാണ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിട്ട് മാറും എഫ് ഓഫ് എക്സ്. ഇപ്പൊ അറ്റ് എക്സ് ഈക്വൾ ടു 0 എടുക്കാന്ന് വിചാരിച്ചു. അറ്റ് എക്സ് ഈക്വൾ ടു 0 എങ്ങനെ 0 ആണെന്ന് ഏകദേശം എനിക്ക് മനസ്സിലായത്, കോസ് ആണെങ്കിൽ 0 അല്ലെങ്കിൽ പൈ ആണ് വരിക, മനസ്സിലായല്ലോ. അപ്പൊ അറ്റ് എക്സ് ഈക്വൾ ടു 0 ഞാൻ എടുത്തു വിചാരിച്ചു. എക്സ് ഈക്വൾ ടു 0 ആണെങ്കിൽ 0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ നോക്കണം. കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും, ഇതിൽ കൊടുത്താൽ മതി കണ്ടിന്യൂസ് ആണെങ്കിൽ. കണ്ടിന്യൂസ് അല്ലെങ്കിലോ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും 0 എന്ന് പറയുന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കാണണം, 0 എന്ന് പറയുന്ന പോയിന്റിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് നമുക്ക് നോക്കാം. ഫംഗ്ഷൻ എടുത്ത് പോവാം.
സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലേ നോക്കാം. അപ്പൊ നോക്കിപ്പോ ഉദാഹരണം എന്താണ്, ഇതാണ് ഫംഗ്ഷൻ അല്ലെ. ഫംഗ്ഷന്റെ സീറോ ആകുമ്പോൾ -x ആണ് അല്ലെ. ഇവിടെ എന്താണ്, ഇവിടെ ഇപ്പൊ സീറോ എന്ന് വിചാരിച്ചു, ഇവിടെ -1, ഇവിടെ +1, ഇവിടെ -x, ഇവിടെ +x. ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. -x, ഇവിടെ +x. അപ്പൊ സീറോ എന്ന് പറയുന്ന പോലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ സീറോ പ്ലസ് എടുക്കാം. സീറോന്റെ മുകളിലുള്ള ഫംഗ്ഷൻ വാല്യൂ എന്താ, എക്സ്. സീറോന്റെ മുകളിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. സീറോന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. സീറോന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്, ഇവിടുത്തെ ഫംഗ്ഷൻ എക്സ്. എക്സിന് സീറോ കൊടുത്ത ആൻസർ എന്താ കിട്ടുക, സീറോ. സീറോന്റെ താഴെയുള്ള ഫംഗ്ഷൻ എടുക്കുക. സീറോയുടെ താഴെയുള്ള ഫംഗ്ഷനിൽ എന്താണ്, -x. എക്സിന് സീറോ കൊടുത്താൽ സീറോ. അപ്പൊ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സീറോ കിട്ടുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് സീറോ കിട്ടുന്നത്. അപ്പൊ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. കാരണം റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് ലിമിറ്റ് ഉണ്ട്. അപ്പൊ സീറോ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആണ്. ഇനി കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ, സീറോ ആയിരിക്കണം. സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. അപ്പൊ നോക്കി, സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. അപ്പൊ എഫ് നോക്കി, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോക്ക് ഫംഗ്ഷന്റെ വാല്യൂ എന്താ, -x ആ. അപ്പൊ എഫ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ എന്താ വരിക, എഫ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ -x ആണ്. -x സീറോ എടുക്കുമ്പോൾ സീറോ വരും. എന്ന് പറഞ്ഞാൽ സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. ഈക്വൽ ആയാൽ മാത്രം പോരാ, സീറോ എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ കൂടി എന്താവണം, സെയിം ആണ്. എഫ് ഓഫ് സീറോ എന്ന് വരുമ്പോൾ എന്താ വരിക, സീറോ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നത്, സീറോ ഇതിലാണ് കിടക്കുന്നത്. ഇതില് ഫംഗ്ഷന്റെ വാല്യൂ -x. അപ്പോൾ എഫ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ ഇതിന് സീറോ എടുക്കുമ്പോൾ സീറോ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. ഫംഗ്ഷന്റെ വാല്യൂം ഈക്വൽ ആയതുകൊണ്ട് സീറോ എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതന്നെ ആയിരിക്കും, ഈ എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കും, ഇങ്ങനെ എഴുതാൻ പറ്റും. കണ്ടിന്യൂസ് അല്ലെങ്കിലോ നമ്മൾ എന്താ എടുക്കുക, എഫ് ഓഫ് സീറോ പ്ലസ് കാണും, എഫ് ഓഫ് സീറോ മൈനസ് കാണും, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് എഫ് ഓഫ് എക്സിന് പകരം കൊടുക്കുക. അപ്പൊ ഇവിടെ അറ്റ് എക്സ് ഈക്വൽ 0 എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് ഈസ് കണ്ടിന്യൂസ് അല്ലെ. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഒക്കെ നോക്കി. എഫ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും വരിക, എഫ് ഓഫ് സീറോ കണ്ട എന്താ വരിക, 0 ആണ് വരിക അല്ലെ. ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ എടുത്തില്ലേ ഇവിടെ അല്ലെ. ഫംഗ്ഷന്റെ വാല്യൂ എന്താ വരിക, എഫ് അല്ലെ, സീറോ ഇവിടെ വരുന്നത്. എഫ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ -0 ഇസ് 0. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ 0. അപ്പൊ എഫ് ഓഫ് 0 അതും കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ എഫ് ഓഫ് എക്സിൽ എക്സ് കാണുന്നിടത്തൊക്കെ 0 എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും, എഫ് ഓഫ് 0 ഈക്വൽ ടു 1/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity 2/n square pi square minus 1 raised to n minus 1 into cos 0. Then f of 0 ന്റെ വാല്യൂ എന്താ നമുക്കറിയാം, 0. f of 0 എന്ന് പറയുമ്പോൾ 0 is equal to 1/2 plus sigma n equal to 1 to infinity 2/n square pi square into minus 1 raised to n minus 1 into cos 0 ന്റെ വാല്യൂ 1 ആയിട്ടാണ്. Then 0 equal to 1/2 plus എന്ത് ചെയ്യാം, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് n-ന് 1 കൊടുക്കുക, പിന്നെ സിഗ്മ എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യുക, അടുത്ത n-ന് 2 കൊടുക്കുക, പ്ലസ് ചെയ്യുക, n-ന് 3 കൊടുക്കുക, അങ്ങനെ ഇതിനെ മാറ്റി ചെയ്ത്. അപ്പൊ 1 കൊടുക്കുമ്പോൾ എന്താ വരിക, 2/1 square pi square into അല്ലെ, pi square into minus 1 raised to 1 എന്ന് പറയുമ്പോൾ -1 പ്ലസ് അടുത്തോ 2/2 square into pi square -1 square 1 - 1 പ്ലസ് 2/3 square pi square -1 ന്റെ ക്യൂബ് -1 പ്ലസ് 2/4 square pi square 1 - 1 ഇങ്ങനെ കൊടുത്ത് നോക്കിയാൽ പ്ലസ് എക്സ് ഇട്ടാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ ഓരോ വാല്യൂ ഇവിടെ n-ന് ആദ്യം 1 കൊടുക്കുക, അപ്പോൾ 2/1 square pi square into ഇവിടെയും 1 കൊടുക്കുക, അപ്പോൾ -1 പ്ലസ് 2/n square pi square into -1 square അപ്പോൾ 1 - 1 പ്ലസ് 2/3 square pi square into -1 ക്യൂബ് അപ്പോൾ -1 ഇങ്ങനെ ഓരോന്ന് കൊടുത്തു പോവുക. അപ്പൊ ഇങ്ങനെ കിട്ടും. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ -0 ഈക്വൽ ടു എന്ത് വരും, 1/2 പ്ലസ് നോക്ക് ഇതെന്താ വരിക, -1 - 1 -2 into 2 -4/1 square pi അല്ലെ, -4/1 square pi square അല്ലെ. അടുത്തതോ 1 - 1 ഇത് 0 ആവും, അപ്പൊ 0 അടുത്ത ടേം 0 ആയിരിക്കും അല്ലെ. അടുത്ത ടേം ഈവൻ ടേം വരുമ്പോൾ 0 ആയിരിക്കും. അടുത്തതോ -4/3 square pi square അടുത്തതോ 0 ആയിരിക്കും.
അടുത്ത് -4/π² ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എക്സെട്ര. സി ഈക്വൽ ടു നോക്ക് 1/2 -4/π² എല്ലാവരിലും ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുത്തു. -4/π² എല്ലാവരിലും ഉണ്ട്, ഔട്ട് സൈഡ് എടുത്ത് 0 ഉണ്ടാവും. ബാക്കിയിലൊക്കെ -4/π² ഉണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി വരിക 1/1². വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. ഇത് 0 ഒഴിവാക്കിയിട്ട് എന്താ വരിക? സി ഈക്വൽ ടു 1/2 -4/1²π² -4/3²π² -4/π² എക്സെട്ര. സി ഈക്വൽ ടു 1/2 -4/π² എല്ലാവരിലും ഉണ്ടോ ഔട്ട് സൈഡ് എടുത്താൽ ഫസ്റ്റ് എന്ത് വരിക? 1/1². രണ്ടാമത് പ്ലസ് -4/π² ഔട്ട് സൈഡ് എടുത്തു 1/3² പ്ലസ് 1/5² പ്ലസ് എക്സെട്ര. കാരണം എന്താ? -4/π² എല്ലാം ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ പിന്നെ ഇതുണ്ടാവുള്ളൂ. സി ഈക്വൽ ടു നമുക്ക് ഈക്വൽ ടു 0. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിക്കുക, ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ ഒരു ടേം എടുത്ത് ഇപ്പുറത്ത് കൂടുന്നു വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഒരു ടേം എന്ത് ചെയ്തു ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? പ്ലസ് ആവൂലേ? 4/π² ഇൻറ്റു 1/1² പ്ലസ് 1/3² പ്ലസ് 1/5² പ്ലസ് എക്സെട്ര ഈക്വൽ ടു 1/2. ഇതിലവിടെ നിർത്തിയാണ് 1/1² പ്ലസ് 1/3² പ്ലസ് 1/5² പ്ലസ് എക്സെട്ര ഈക്വൽ ടു ഇത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 1/2 ഇൻറ്റു 5²/4 എന്നാവും. ദെൻ 1/1² പ്ലസ് 1/2² അല്ല 1/3² അല്ലേ? 1/3² 1/1² പ്ലസ് 1/3² പ്ലസ് 1/5² പ്ലസ് എക്സെട്ര ഈക്വൽ ടു 5²/8. ഇതാണ് നമുക്ക് പോവുകയുള്ളൂ. 5²/8 ഈക്വൽ ടു 1/1² പ്ലസ് 1/3² പ്ലസ് 1/5² പ്ലസ് എക്സെട്ര. ഇതാണ് എന്ത് ചെയ്തത് നമ്മോട് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഹെൻസ് ഇവാലുവേറ്റ്. ഓക്കെ, താങ്ക് യു.